ആരായി നേരത്ത്? എടി അത് ബാങ്കിൽ നിന്ന് വന്ന മെസ്സേജ് എടി. നീ കിടന്നോ? അച്ഛാ ഞാൻ പോവാ. എന്താ ഭയങ്കര സന്തോഷത്തിലാണല്ലോ? ഇവിടെ നടക്കുന്നതൊന്നും അറിയുന്നില്ല. ഇല്ലടി, ഞാനേ നമ്മളെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുമായിരുന്നു. മോള് പോയോ? അവിടെ എപ്പോഴേ പോയി. ആണോ? ഫുഡ് എടുത്ത് വെക്കാം, വാ റെഡി ആക. ഹലോ എടി, പെട്ടെന്ന് രേണുവേ അടുത്തേക്ക് വന്നു. അതാട്ടോ റിപ്ലൈ തരാൻ പറ്റാഞ്ഞേ. ശരി, ഇറങ്ങുമ്പോ വിളിക്കേ, ലേറ്റ് ആവല്ലേ. വെയിറ്റ് ചെയ്യും. ഇല്ല ഇല്ല ഇല്ല, പെട്ടെന്ന് തന്നെ ഇറങ്ങാം. ഓക്കെ 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 ഓക്കെ. ശരി. എന്താണ് ഒരു പതിവില്ലാത്ത ഒരുക്കവും കുണുക്കവും ഒക്കെ? എന്താടി ഒന്നുമില്ല. ഇന്ന് വൈകിട്ട് മോളെ പുറത്തുണ്ടാന്ന് പറഞ്ഞോ? പറഞ്ഞു. മോള് വരുമ്പോഴേ റെഡി ആയിരിക്കും. അച്ഛൻ നേരത്തെ വരാൻ പറയണമെന്നൊക്കെ പറഞ്ഞാ പോയത്. ഇത് വൈകിട്ടല്ലേ, പോവാലോ? ഓക്കെ. സോറി. ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നറിയോ? എൻ്റെ പൊന്നു മോളെ, വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല സംശയം തോന്നും. പിന്നെ ഇറങ്ങാൻ നേരത്താണ് അവളുടെ കുറേ ചോദ്യങ്ങളും. നീ വാ, വേഗം കയറ്. ശരിയാ, ഇവിടെ അധികം നേരം നിൽക്കണ്ട, നമുക്ക് പെട്ടെന്ന് വാ. റെഡിയായോ? ഞങ്ങൾ റെഡിയായി, നമുക്ക് ഇറങ്ങാം. പിന്നെ ഇറങ്ങാം. എടി അതെ, എനിക്ക് അർജന്റായിട്ടൊന്ന് പുറത്തേക്ക് പോകണം. രാഹുലിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. രാഹുലിന്റെയോ? ഇപ്പൊ എന്താ? എല്ലാ കാര്യങ്ങളും നിന്നോട് പറയണോ? നിങ്ങൾ മോളെ പാർക്കിൽ കൊണ്ടുപോന്ന് പറഞ്ഞല്ലേ ഞങ്ങൾ റെഡി ആയത്? എടി നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. എന്നിട്ട് നമുക്ക് മോളെ കൊണ്ട് പോവാം. വാ മോളെ, അച്ഛനെത്തി. ഞാൻ റെഡി. രേണു, അജയ് എന്തി? കുറെ നാളെ വിളിക്കുന്നവനെ ഫോൺ എടുക്കുന്നില്ല. ചേട്ടൻ ഇന്ന് വിളിച്ചില്ലേ രാഹുലിനെ? ഇല്ലെന്നേ, അതല്ല ഞാൻ ഇങ്ങോട്ട് പോകുന്ന. എനിക്ക് അർജന്റായിട്ടൊന്ന് പുറത്തേക്ക് പോകണം. രാഹുലിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. രാഹുലിന്റെയോ? ഇപ്പൊ എന്താ? എല്ലാ കാര്യങ്ങളും നിന്നോട് പറയണോ? ചേട്ടൻ ഇല്ല ഇവിടെ, പുറത്തു പോയേക്കുവാ. ശരി, ഞാൻ പോയിക്കോട്ടെ. അവൻ വരുമ്പോഴേ എന്നെ വിളിക്കാൻ പറഞ്ഞേക്കണേ. ഓക്കെ. അമ്മേ, അമ്മേ, അമ്മ അച്ഛനെ കാണുന്നില്ലല്ലോ. അമ്മ അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കിയേ.
ഇത്രയും നേരം എവിടായിരുന്നു? എടീ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഫുഡ് എടുത്ത് വെക്കട്ടെ? വേണ്ടടി, ഞാൻ കഴിച്ചു. ഇന്ന് രാഹുൽ വന്നിരുന്നു ഇവിടെ. കുറെ നാളായി നിങ്ങളെ കണ്ടിട്ടെന്ന് പറഞ്ഞു. നിങ്ങൾ അവനെ കാണാൻ പോകുന്നു പറഞ്ഞല്ലേ ഇവിടുന്ന് ഇറങ്ങിയത്? അത് പിന്നെ അവൻ ഇവിടേക്ക് വന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പേ അവൻ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇതിന് ശേഷം ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഹലോ, മായല്ലേ? ഞാൻ രേണു, അജിയുടെ വൈഫാ. ഞാൻ എന്തിനാ വിളിച്ചതെന്ന് ഇനി പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. നീ എന്തുദ്ദേശത്തിൽ എന്റെ ഭർത്താവിനൊപ്പം കൂടിയിരിക്കുന്നേ? അയ്യോ ചേച്ചി വിചാരിക്കും പോലെ ഒന്നും അല്ല കാര്യങ്ങള്. ഞാൻ എന്ത് കരുതിയെന്നാ? ചേച്ചി ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സാ, വേറൊന്നുമില്ല ഞങ്ങൾ തമ്മില്. ഓ, അത് നിങ്ങളുടെ ചാറ്റ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ഭാര്യയും മകളും ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ നീ അയാളുമായുള്ള ബന്ധം തുടങ്ങിയത്? നീ എങ്ങനെയുള്ളവളാന്ന് എനിക്കറിയില്ല. നീ എന്തുദ്ദേശത്തിലാ ഇതൊക്കെ ചെയ്യുന്നതെന്നും എനിക്കറിയില്ല. പക്ഷെ 12 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട് ഞങ്ങൾക്ക്. നീ കാരണം അവൾക്ക് അവളുടെ അച്ഛനെ നഷ്ടപ്പെടരുത്. ഇത് ഇന്നത്തോടെ നിർത്തിക്കോണം. എന്റെ ഭർത്താവിനോട് ഞാൻ സംസാരിച്ചോളാം, മനസ്സിലായല്ലോ? ഇനി ഇതുപോലെ ഒരു സംസാരത്തിനിട വരുത്തരുത്. ആരായി മായ? ഫോൺ നോക്കിയോ? ആ, എടുത്ത് നോക്കി. നിങ്ങൾക്ക് എന്നെ എന്റെ കുഞ്ഞിനെ നോക്കാനും ശ്രദ്ധിക്കാനും സമയമില്ല. പിന്നെ എന്ത് കാര്യത്തിനാ നിങ്ങൾക്ക് സമയമുള്ളതെന്ന് എനിക്ക് അറിയണ്ടേ? ഒച്ച ഉണ്ടാക്കണ്ട. വൃത്തികേട് കാണിച്ചത് നിങ്ങളാ. 10-12 വയസ്സുള്ള മോളാ നിങ്ങൾക്ക്. അച്ഛന്റെ പ്രണയമൊക്കെ മോൾ അറിഞ്ഞ അച്ഛന് നല്ല അന്തസ്സായിരിക്കും. നിർത്തടി, നീ ഒരുപാടങ്ങ് സംസാരിച്ച് പോവാതെ. അജിയേട്ടൻ ഇങ്ങനെ നിലവാരമില്ലാത്തവനായി പോകുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാൻ അത്രയ്ക്ക് വിശ്വസിച്ചു പോയി. ഏതു നേരം അടുക്കളപ്പണി, സാമ്പത്തിക കണക്കുകൂട്ടൽ, മോളുടെ പഠിത്തം, ഇതൊക്കെ അല്ലാതെ നീ എന്റെ എന്ത് കാര്യം ഇതുവരെ നോക്കിയിട്ടുള്ളത്? അതുകൊണ്ടൊക്കെ തന്നെയാ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. കൊള്ളാം, നല്ല ന്യായം. എന്നിൽ എന്തെങ്കിലും കുറവുണ്ട് അത് എന്നോടാ പറയണ്ടേ, അല്ലാതെ വല്ല പെണ്ണുങ്ങളുടെയും പുറകെ പോകുമല്ല വേണ്ടത്. എന്റെ പൊന്നു രേണു, നീ എനിക്ക് കുറച്ച് മനസ്സമാധാനം എന്താ? ഇനി എന്താ നിങ്ങളുടെ തീരുമാനം? എന്നെയും അവളെ ഇതുപോലെ ഒരുമിച്ച് കൊണ്ടുപോകുന്നാണോ? ആ, ദാ വിളിക്കുന്നു. എടുക്ക, ഉടനെ അങ്ങ് എത്തുമെന്ന് പറ. എന്തിനാ കട്ട് ചെയ്തേ? എടുത്ത് സംസാരിക്കാറില്ലേ? ഈ നിൽക്കുന്ന കുഞ്ഞിനോട് ഒരിറ്റ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്യില്ലായിരുന്നു. നിങ്ങളുടെ ഈ പ്രവൃത്തി കാരണം ഇവിടെ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും എനിക്കിപ്പോ മറുപടി ഇല്ല. എന്റെ മോളാണ് സത്യം. ഞാൻ പോകരുത് എന്റെ കുഞ്ഞിനെ. എനിക്കറിയാം ഇനി ബാക്കി എന്ത് ചെയ്യണമെന്ന്. രേണു എന്നെ വിളിച്ചിരുന്നു. അത് എന്തേലും പ്രശ്നമുണ്ടോ? ഫോൺ എടുക്ക ജി പ്ലീസ്.
നീ ഇത് എങ്ങോട്ടാണ് പോകുന്നത്? എടി, ഞാൻ പറയുന്നൊന്ന് നീ കേക്ക്. ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അബദ്ധം പറ്റിപ്പോയെന്നാണോ? ഞാനും എൻ്റെ മോളോടുള്ള ജീവിതമല്ല നിങ്ങളിപ്പോൾ സ്വപ്നം കാണുന്നത്. അവൾക്ക് നല്ലൊരു ഭാവിയുണ്ട്. നിങ്ങളെപ്പോലുള്ള ഒരു അച്ഛൻ്റെ കൂടെ നിന്ന് അത് നശിക്കും. അതിന് ഞാനിവിടെ വരത്തില്ല. എടി, ദയവ് ചെയ്ത് നീ പോകരുത് മോളെ കൊണ്ട്, പ്ലീസ്. എടി, ഇത് ആവർത്തിക്കില്ല. എടി, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഒന്ന് ക്ഷമിക്കടി. വേണ്ടമ്മ, നമുക്ക് അച്ഛനെ വിട്ടിട്ട് പോണ്ടമ്മ, പ്ലീസ്. എടി, മോള് പറയുന്ന കേക്ക്. നിങ്ങൾ രണ്ടുപേരും റൂമിലേക്ക് ചെല്ല്. എടി, ചെല്ല്. മോളെ അമ്മേനെ കൊണ്ട് റൂമിലേക്ക് ചെല്ല്. രേണു.